വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 2 കപ്പ് ചോറും 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോറിലേക്ക് ആ അരിപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ചോറിൻ്റെ വേവ് അനുസരിച്ച് നമ്മളിടുന്ന പൊടിയിലെ അളവിൽ വ്യത്യാസം വരും. ചോറിൻ്റെ മേലെ ഇതുപോലെ ഒരു കോട്ടിംഗ് പോലെ അരിപ്പൊടി ഉണ്ടാവണം, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് അരിപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ചോറ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അധിക സമയം നമ്മൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സെക്കൻഡ് ഒന്ന് നമ്മൾ പൾസ് ചെയ്യുക. നിർത്തിയതിന് ശേഷം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്യുക, അത്രേ ആവശ്യമുള്ളൂ. ഞാൻ പകുതി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നമ്മളതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കഴിയുമ്പോൾ ഒരു കട്ട പോലെ ആവും വേണം. എന്നാൽ നമ്മൾ ലൂസാക്കുമ്പോൾ നല്ല പുട്ടിൻ്റെ പൊടി പോലെ ആവും വേണം. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് അധിക സമയം ഒന്ന് അടിച്ചാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അധിക സമയം അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും, നല്ല കട്ടയാവും. അപ്പോൾ നമുക്ക് കുറച്ചധികം അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ഇനി നമുക്ക് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടിയിൽ തേങ്ങ ഇട്ട് പിന്നെ അതിൻ്റെ മേലെ പുട്ടുപൊടി ഇട്ട് അങ്ങനെ ലെയർ ചെയ്തിട്ട് നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വേവ് അധികമുള്ള ചോറാണെന്നുണ്ടെങ്കിൽ പൊടി അധികം ഇടേണ്ടി വരും കേട്ടോ. കാരണം അതിൽ കൂടുതൽ ഈർപ്പുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുവന്നുള്ളി ചെറിയ പീസാക്കിയിട്ട് തേങ്ങയിൽ ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഞാൻ പുട്ടുണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിൻ്റെ മേലെ പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ മൂടിമ സ്റ്റീം വരുന്ന ഭാഗത്ത് നമ്മൾ പുട്ടുകുറ്റി കറക്റ്റായിട്ട് പുട്ടുകുറ്റിൻ്റെ അടിയിൽ ഹോൾ ഉണ്ടാവും. അത് കറക്റ്റായിട്ട് അതിൽ ഇരിക്കണം കേട്ടോ. എന്നാൽ മാത്രം ശരിക്കും ആവി മേലേക്ക് വരുള്ളൂ. ഇപ്പോൾ ആവിയൊക്കെ മേലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആവി വന്ന് ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും പുട്ട് റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ മട്ടരിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ ഒരു കളറ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. ഈ രീതിയിൽ പുട്ടുണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പുതിയ അറിവാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.